ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി സി ഡി ഈസ് എ റെക്ടാംഗിൾ ഹൂസ് വെർട്ടിസസ് ആർ ബി 4,0, സി 4,3 ആൻഡ് ഡി 0,3. ദെൻ ദ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ആണ് നമുക്ക് അവിടെ കാണേണ്ടത്. അതായത് ഒരു ബി എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു റെക്ടാംഗിളിന്റെ ബി, ഈ പോയിന്റ് ബി ആണ്. അതായത് 4,0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലായിരിക്കും. y 0 ആവുമ്പോൾ എക്സ് ആക്സിസിലാണ് ആ പോയിന്റ് വരിക. അതുപോലെ ഡി എന്ന് പറയുന്നത് 0,3. അപ്പൊ ഈ പോയിന്റ് ഡി 0,3. ഇവിടെ നമുക്ക് 4,3 എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് ആയിട്ട് വരും. സി എന്ന് പറയുന്നത് 4,3. അപ്പോൾ നമ്മുടെ റെക്റ്റാംഗിൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ റെക്റ്റാംഗിളിന്റെ ഈ ലെങ്ത്, അതായത് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്, ഈ ഡിസ്റ്റൻസ് 4 ആണ്. അപ്പൊ ഇത് 4, ഇവിടെ നമുക്ക് എ എന്ന് കൊടുക്കാം. ഇത് 3, ഇത് 3 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 3 ആയിരിക്കും. റെക്റ്റാംഗിൾ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത്? എ സി, വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് റെക്റ്റാംഗിൾ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആവുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സൈഡാണ് കാണേണ്ടത്. എ സി എന്ന് പറയുന്നത് എന്താണ്? 4² പ്ലസ് റൂട്ട് ഓഫ് 4² പ്ലസ് 3². അപ്പൊ എന്താണ് വരിക? 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 എന്ന് വരും. റൂട്ട് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അപ്പോൾ ഡയഗണല് നമുക്ക് 5 ആണ് കിട്ടുന്നത്. അടുത്തത് ഈ അവിടെ പി 5,-3 ആൻഡ് ക്യൂ 3,y ആർ ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ്. ഏത് ലൈൻ സെഗ്മെന്റിന്റെയാണ്? എ എന്ന് പറയുന്നത് 7,-2 ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് 1,-5. ഇതിന്റെ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ 7,-2, ബി എന്ന് പറയുന്നത് 1,-5. അതിന്റെ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഇവിടെ പി, ഇത് ക്യൂ. ആ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 5-3 ആണ് പി വരുന്നത്. ക്യൂ എന്ന് പറയുന്നത് 3,y ആണ്. അപ്പൊ ഇവിടെ നമുക്ക് y ആണ് കാണേണ്ടത്. അപ്പൊ ഇത് രണ്ട് പോയിന്റിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ത്? ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് y ആണ് കാണേണ്ടത്. ഈ മിഡ് പോയിന്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതായത് x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2, y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2. അപ്പൊ പി ബി എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അപ്പൊ നമുക്ക് ക്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6/2 3 എന്ന് കിട്ടി. നമുക്ക് വൈന്റെ കോർഡിനേറ്റ് ആണ് കണ്ടത്. -3 -5. അപ്പോൾ -3 -5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8/2. -8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. അപ്പോൾ അതിന്റെ ആൻസർ -4 ആണ്. Point on x-axis which is equidistant from points -1,0 and 5,0. അതായത് നമുക്ക് ഇവിടെ -1,0, ഇവിടെ 5,0. ഒരു പോയിന്റ് എക്സ് ആക്സിസിൽ, അത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് വരികയാണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ പി എ ഈക്വൽ ടു പി ബി. നമുക്കതിന് പി എങ്ങനെയാണ് കാണുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കാണുക. അപ്പോൾ അതിന്റെ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. PA² ഈക്വൽ ടു PB². അപ്പോൾ റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ആണുള്ളത്. അത് നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. ഇനി എന്ത് ചെയ്യുക? x മൈനസ് -1 എന്ന് പറഞ്ഞാൽ x+1 ഹോൾ സ്ക്വയർ. ഇത് 0 ആയി. അപ്പോൾ അത് 0 - 0 ഹോൾ സ്ക്വയർ ആണ് വരിക. അവിടെ x - 5 ഹോൾ സ്ക്വയർ. അതായത് രണ്ട് പോയിന്റും 0 ആയതുകൊണ്ട് അത് പോകും. അപ്പൊ x+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു x² മൈനസ് 10x, അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയർ. a² മൈനസ് 2ab പ്ലസ് b². അപ്പൊ x² ക്യാൻസൽ ആയി. ഇവിടെ ഇതിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2x പ്ലസ് 10x എന്ന് പറഞ്ഞത് 12x. 12x ഇസ് ഈക്വൽ ടു 25. ഈ പ്ലസ് 1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 ഈക്വൽ ടു 24. അപ്പൊ x ഇസ് ഈക്വൽ ടു 24/12. 24/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വരുന്നത്. x 2, y കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2,0. അടുത്തത് AOBC is a rectangle whose 3 vertices are. നമുക്ക് അവിടെ 3 vertices തന്നിട്ടുണ്ട്. ഡയഗണൽ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ വെർട്ടിസസ് ഇത് A 0,0 എന്ന് വന്നു. പിന്നെ B എന്ന് പറയും
സോറി ഇത് O. എ എന്ന് പറയുന്നത് 0,3. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 0,3. ബി എന്ന് പറയുന്നത് 5,0. അപ്പോൾ ബി എന്ന് പറയുന്നത് 5,0. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ് നമുക്ക് കാണുന്നത്. ഈ ഡിസ്റ്റൻസ് എന്താണ്? 5 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്താണ്? 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത്, അതായത് ഇത് 5, ഇത് 3. നമുക്ക് ഈ AOBC ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് OC ഡയഗണലാണ് കാണേണ്ടത്. ഡയഗണൽ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? OC ഈക്വൽ ടു റൂട്ട് ഓഫ് OB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. OB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. പൈതഗോറസ് തിയറി യൂസ് ചെയ്യുന്നു. OB സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ. അപ്പോൾ 25 പ്ലസ് 9. 25 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 34. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൂട്ട് 34. The point P of xy is equidistant from A 5,1 and B minus 1,5. Then നമുക്കവിടെ ഈക്വൽ ഡിസ്റ്റൻസിലാണുള്ളത്. അതായത് എ എന്ന് പറയുന്നത് 5,1, ബി എന്ന് പറയുന്നത് -1,5. പി ഓഫ് എക്സ് വൈ ഈക്വൽ ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ പി എ ഈക്വൽ ടു പി ബി, പി എ ഈക്വൽ ടു പി ബി, പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ. കാരണം ഡിസ്റ്റൻസ് ഫോർമുല റൂട്ടിൽ ഉണ്ടാവും, റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യും. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് -1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ വരും. ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ്, അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 25 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ മൈനസ് 10y പ്ലസ് 25. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ക്യാൻസലായി, വൈ സ്ക്വയർ ക്യാൻസലായി. പിന്നെ ബാക്കി എന്തൊക്കെയുള്ളു? ഇവിടെ 26, ഇവിടെയും 26, അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ മൈനസ് 10x, അതുപോലെ എക്സിനെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മൈനസ് 2y പ്ലസ് 10y. അപ്പോൾ 10y മൈനസ് 2y എന്ന് ഇവിടെ വരും. ഇവിടെ 2x മൈനസ് 10 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 10x. അപ്പോൾ 2x പ്ലസ് 10x എന്നാണ്. 12x is equal to 8y. 12x is equal to 8y. അപ്പോൾ ഇതിനെ നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3x is equal to 2y. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 3x is equal to 2y. ഷോർട്ടാക്കി കൊണ്ടുവന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. If the points A 4,3 and B x,5 are on the circle with the center O, then the value of x. അതായത് ഇവിടെ ഒരു സർക്കിൾ, അതിന്റെ സെന്റർ O എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 2,3. അതുപോലെ A and B are points on the circle എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയമീറ്ററിന് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പോയിന്റ്സ് ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ എ ഇവിടെ ബി എന്ന് എഴുതി. ബി എന്ന് പറയുന്നത് x,5, അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒ എ എന്ന് പറയുന്നത് ഒ എ റേഡിയസ് ആണ്, അതുപോലെ ഒ ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സർക്കിളിന്റെ റേഡിയസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് എഴുതാൻ കഴിയും. ഇനി ഒ എ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യും. ഒ എ സ്ക്വയർ ഈക്വൽ ടു ഒ ബി സ്ക്വയർ. ഇനി ഇവിടെ ഒ എ എന്ന് പറയുന്നത് 2 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 2 സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഈ 2 സ്ക്വയർ ക്യാൻസലായി. 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് 2, അതായത് 2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ
2 ആണ്. അപ്പോൾ x is equal to 2 എന്നുള്ളത് കിട്ടി. Ratio in which the x-axis divides the segment joining 3,6 and 12,-3. അതായത് a എന്ന് പറയുന്നത് 3,6, b എന്ന് പറയുന്നത് 12,-3 ആണ്. അവിടെ പോയിന്റ് ഓൺ ദ x axis ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ x axis എന്ന് പറയുമ്പോൾ y 0 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. റേഷ്യോ, ലെറ്റ് ദ റേഷ്യോ ബി k:1 എടുക്കുക. എന്നിട്ട് സെക്ഷൻ ഫോർമുല p of xy എന്ന് പറയുന്നത് എന്താണ്? m1 x2 plus m2 x1 divide by m1 plus m2, m1 y2 plus m2 y1 divide by m1 plus m2 ആണ്. അപ്പോൾ ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ ഇവിടെ നമുക്ക് y 0 ആണ്. അപ്പോൾ ആ 0 എടുക്കുകയാണെങ്കിൽ നമുക്ക് k കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്നത് k ഇൻറ്റു y2 എന്ന് പറയുന്നത് -3 പ്ലസ് m2 എന്ന് പറയുന്നത് 1 ഇൻറ്റു y1 എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ k പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആവും. -3k പ്ലസ് 6 is equal to 0. 3k equal to 6, k equal to 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/1. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 2:1. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.